റാങ്ക് ഫയൽ, PYQ ബുക്സ്, SCRT, NCRT ഇങ്ങനെ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയുടെ ഫ്രണ്ടിലുള്ള റിസോഴ്സസ് തന്നെ ഒരുപാടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബേസിക്കലി ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് ഉള്ളത്, അത് ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ എനിക്ക് തരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഇന്ന മെറ്റീരിയൽസ് വേണം എന്നൊന്നുമില്ല. ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ ഈ ബുക്സൊക്കെ മേടിച്ചതെന്നുള്ളത്. വൺ തിങ് ഈസ്, എനിക്ക് ഷോർട്ട് സൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈം സ്ക്രീൻ നോക്കി ഓൾറെഡി യൂട്യൂബും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസും കാണുന്നതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ റിസോഴ്സസ് എനിക്ക് ഫോണിൽ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആവശ്യമുള്ള കുറേയൊക്കെ ഞാൻ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. പലരും ഫോണും ഓൺലൈൻ ക്ലാസ്സും കുറച്ച് ബുക്സും നോട്ട് ബുക്സും മാത്രം യൂസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡിഗ്രി ലെവലിൻ്റെ ഒരു പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് എഡിഷനാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചിട്ടേ ഉള്ളൂ. ലക്ഷ്യയുടെ ഒരു ബുക്കാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്യാനുള്ള റീസൺ, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു റീസെൻ്റായിട്ട് ഇറക്കിയതാണ്. സാധാരണ എല്ലാ റാങ്ക് ഫയലും മലയാളം ലാംഗ്വേജിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം റാങ്ക് ഫയലിലൊരു ഉപയോഗം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രിലിംസിന് എനിക്ക് അത്യാവശ്യം വേണമെന്ന് തോന്നിയില്ല. പക്ഷേ കുറേ സമയം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും എഴുതിയെടുക്കാനും ഒക്കെ ടൈം പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിനി മെയിൻസിന് ഒരുപാട് സമയമില്ല. കുറേ പോർഷൻസ് എനിക്ക് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റിലും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു റാങ്ക് ഫയൽ വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റ് മേടിച്ചത്. 4 വോള്യൂംസാണ് വരുന്നത്. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ ഓക്കെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ നിന്നും കുറച്ചുകൂടെ അധികം പോയിൻറ്റ്സൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടിയായിട്ട് വരാറുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റാങ്ക് ഫയൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്. എൻ്റെ കയ്യിൽ പഴയ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു, ഒരു കുറേ വർഷം മുന്നേ ഉള്ളത്. അപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കി, അത് വെച്ചിട്ട് കുറച്ച് ഹിസ്റ്ററി പോർഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ നിലവിൽ PSCയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പഴയ റാങ്ക് ഫയലൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ തന്നെ വേണം. അത് ഡിഗ്രി ലെവലിന് തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരെണ്ണം വേണം എന്നെനിക്ക് തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ നോക്കിയത്. ലക്ഷ്യയിൽ ഭയങ്കര ഭാഗ്യമെന്ന് തന്നെ പറയാം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരെണ്ണം ഇറക്കുകയും ചെയ്തു. മലയാളം എനിക്ക് പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിനായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് വരുന്നത് ഒരു 2350 ഞാൻ പർച്ചേസ് ചെയ്തത്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാച്യൂലുള്ള ഒരു ബുക്ക് സ്റ്റോറിൽ പോയാണ് ഞാൻ മേടിച്ചത്. കാരണം എനിക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കുറച്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി മേടിക്കുകയാണ് ചെയ്തത്. ചിലയിടത്തൊക്കെ പ്രൈസ് കുറഞ്ഞും കിട്ടും. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വിലക്കുറവിൽ കിട്ടാറുണ്ട്. ലേറ്റസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വില കൂടുതലും ആയിരിക്കും. പിന്നെ ഞാൻ പ്രൈസ് വെച്ചിട്ടല്ല, എൻ്റെ ആവശ്യം എനിക്കതായതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസ് നോക്കിയില്ല. കാരണം എനിക്ക് അത്യാവശ്യമാണ്. നോട്ട് മേക്കിങ്ങിനൊക്കെ സമയം ലാഭിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നി. അതിനുശേഷം ഇത് ഞാൻ പ്രിലിംസിനും യൂസ് ചെയ്തൊരു ബുക്കാണ്, വൊക്കാബ്സ്പീഡിയയുടെ PYQ ബുക്ക്. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു നോക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു പുസ്തകമാണ്. പക്ഷേ ഇതിൽ എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻസ് ഇല്ല, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളതാണ്. എൻ്റെ റിക്വയർമെൻറ്റ് എനിക്ക് GKയും മലയാളവും ഒക്കെയാണ് മെയിനായിട്ടും PYQs വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഇതിലുണ്ട്. പ്ലസ് ഓരോ ക്വസ്റ്റ്യൻസ് ഒരു പേജിലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ആൻസേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആവത്തില്ല. പൊതുവേ നമ്മൾ ഏത് ബുക്ക് എടുത്താലും ക്വസ്റ്റ്യൻസ് എല്ലാം ഒരിടത്ത്, ആൻസേഴ്സും സൊല്യൂഷൻസൊക്കെ അങ്ങ് ബാക്കിൽ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അതിനേക്കാളും നല്ല ഗുണകരമായിട്ടുള്ള നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല, കണ്ട ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് അതാത് പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയമാണ് എനിക്ക് ഫോളോ ചെയ്യാൻ എളുപ്പം. പക്ഷേ ഇത് മലയാളം മീഡിയത്തിലായതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ഇത് 3 വോള്യൂംസ് ആയിട്ടാണ് വരുന്നത്. 2021 തൊട്ട് 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് നാൾ മുന്നേ തൊട്ടേ ഉള്ള ഒരു ബുക്കാണ്. SSCയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ, അതായത് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ സോൾവ്ഡ് പേപ്പേഴ്സാണ്, ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ
എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഞാൻ PSC പ്രിപ്പറേഷന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം SSC ആണ് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ ടൈം കുറവായതുകൊണ്ട് അപ്പോൾ പഠിച്ചാൽ കിട്ടില്ല എന്ന് തോന്നിയിട്ട് പിന്നെ വേറെ എക്സാംസ് നോക്കി ഞാൻ. അപ്പോൾ അന്ന് മേടിച്ച കുറച്ച് ബുക്സാണ് SSCയുടേത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വൊക്കാബുലറി പഠിക്കാനും ഒക്കെ ഈ ഒരെണ്ണമാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. വേറെ അഡീഷണൽ ബുക്കൊന്നും മേടിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ മറ്റേ PYQ ബുക്ക് നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് SSCയുടെ ഇംഗ്ലീഷിൻ്റെ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ബുക്കുള്ളത് ലൂസൻറ്റിൻ്റെ ജനറൽ നോളജ്. ഞാൻ പറഞ്ഞല്ലോ GK ഇത് SSCക്ക് വേണ്ടിയിട്ട് ഞാൻ GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് ഇതിന് വേണ്ടിയിട്ട് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ GKക്ക് വേണ്ടി മേടിച്ചായിരുന്നു ലൂസൻറ്റ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് ഒക്കെ പൊളിറ്റി ഒക്കെ ഇത് വെച്ചിട്ടാണ് പഠിച്ചത്. എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. അഡീഷണൽ റീഡിങ് പോലെ അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് ഭയങ്കര ഷോർട്ടായിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. റീഡിങ് ലാംഗ്വേജൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. എല്ലാ സബ്ജക്ട്സും ഇതിനകത്തുണ്ട്. അത്യാവശ്യം ക്രിസ്പായിട്ട് സമ്മറി പോലെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു റെഫറൻസ് പോലെ ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞാൻ റീസെൻ്റായിട്ട് റീസെൻ്റ് അല്ല, പ്രിലിംസിന് ഒരു 1 month ബാക്ക് ഞാൻ മേടിച്ചൊരു ബുക്കാണ് മാപ്സ്. ദിശ പബ്ലിക്കേഷൻസിൻ്റെ മാപ്സിൻ്റെ ഒരു ബുക്ക്. ജോഗ്രഫി പഠിക്കുമ്പോൾ ഏതൊരു കുട്ടിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് നമ്മുടെ ഈ ഒരു മാപ്സിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള മാപ്സൊക്കെയാണ്. അപ്പം ഇത് കണ്ടു പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിട്ടൻഷൻ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഞാൻ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. പക്ഷേ കുറച്ച് വരാൻ ഡിലേ ഉള്ളതാണ്. ഒരു 15 to 20 days എടുത്തു. പ്ലസ് ഇത് പോസ്റ്റിലാണ് വരുന്നത്, ആമസോണിൽ ഓർഡർ ചെയ്താൽ പോലും. പിന്നെ ഓൾസോ ഇത് ഒരു അല്പം പഴയ എഡിഷനാണ്, ലേറ്റസ്റ്റ് എഡിഷനല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇൻക്ലൂഡ് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഇതിൽ 550 ആണ് കൊടുത്തിരിക്കുന്നത്. 550 ഒന്നും ഞാൻ കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുത്തേക്കും. സോ ഒരു മാപ്പ് അറ്റസ് നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത് എപ്പോഴും ബെനിഫിഷ്യലാണ്. പിന്നെ പിനക്കിളിൻ്റെ 2 ബുക്സ് ഞാൻ യൂസ് ചെയ്തതാണ്, SSC മാത്സും SSC റീസണിങ്ങും. ഇതിനകത്ത് SSC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കൂടുതലും ഉള്ളത്. നമുക്ക് PSCക്ക് എല്ലാ ടോപ്പിക്സൊന്നും ഇല്ല SSCയിലുള്ളത്. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ PSCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യും. യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ നോക്കി നമുക്ക് ക്ലാസ്സിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ആദിത്യ രഞ്ജൻ എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മാത്സ് ഫോളോ ചെയ്യും. അതും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ മാറി ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ഇതാണ് എടുക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം SSC ലെവൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു നിലവാരമുണ്ട്. നമ്മൾ ഡിഗ്രി ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് എന്നുള്ളത് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് പോയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ്, അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, നിങ്ങൾക്ക് യൂസ് വരുമെന്ന് തോന്നിയില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ സൈലത്തിലാണ് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറച്ച് ജോയിനിങ് സമയത്ത് കുറച്ച് ചെറിയ ബുക്ക്ലെറ്റ്സ് തന്നിട്ടുണ്ട്. അതും ഇടയ്ക്കൊക്കെ ആവശ്യം വരുന്ന പോലെ റെഫർ ചെയ്യും. ഇത് പിന്നെ എൻ്റെ നോട്ട്സാണ്, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. സൈലത്തിൽ ഞാൻ കോച്ചിങ് പോയപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് എല്ലാം തന്നെ എൻ്റെ പേഴ്സണൽ യൂസിന് ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫിസിക്കൽ കോപ്പീസ് ബുക്കുള്ളത് എൻ്റെ കണ്ണിന് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഓഫ്ലൈൻ ബുക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് വെച്ച് പഠിക്കുമ്പോഴാണ് കൂടുതൽ റിട്ടൻഷൻ ഉള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ബുക്കിൻ്റെ കൂടുതൽ റിവ്യൂവോ അഭിപ്രായമോ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.